സർക്കാരിന്റെ വീഴ്ചകളും സംഘടനയുടെ മുന്നോട്ട് പോക്കും പരിശോധിക്കുന്ന CPIM പാർട്ടി സമ്മേളനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി, ഭരണവിരുദ്ധ വികാരം, EP ജയരാജനെതിരായ നടപടി തുടങ്ങിയ വിഷയങ്ങളിൽ വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും ഉണ്ടാകും. ഫെബ്രുവരിയിൽ കൊല്ലത്ത് സംസ്ഥാന സമ്മേളനവും ഏപ്രിലിൽ മധുരയിൽ പാർട്ടി കോൺഗ്രസും നടക്കും. തിരുത്താൻ പാർട്ടിക്ക് മുന്നിൽ ഒരുപാടുണ്ട്. വിമർശനങ്ങളുടെ കുത്തൊഴുക്ക് ഈ സമ്മേളന കാലയളവിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പാർട്ടിയെയും സർക്കാരിനെയും വിമർശിക്കാൻ അംഗങ്ങൾക്ക് മുന്നിൽ കാരണങ്ങൾ നിരവധി. കഴിഞ്ഞ എറണാകുളം സംസ്ഥാന സമ്മേളനം മുതൽ ഇതുവരെയുള്ള വിഷയങ്ങൾ ബ്രാഞ്ച് മുതൽ പാർട്ടി കോൺഗ്രസ് വരെ ചർച്ചയാകും. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിലെ വീഴ്ചകൾ, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്നുവന്ന മാസപ്പടി വിവാദം, മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലി, വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ, EP ജയരാജനെതിരായ നടപടി, ക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങിയത്, ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയും കാഫിർ പോസ്റ്റർ വിവാദവും സമ്മേളനങ്ങളിൽ കത്തിപ്പടരും. ബ്രാഞ്ചിലെയും ലോക്കലിലെയും വിമർശനങ്ങൾക്ക് പ്രാദേശിക നേതാക്കൾ മറുപടി പറയുമ്പോൾ ഏരിയ സമ്മേളനങ്ങളിലും ജില്ലാ സമ്മേളനങ്ങളിലും പ്രധാനപ്പെട്ട നേതാക്കൾ മറുപടി പറയാനെത്തും. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് മാറ്റം വരുത്തുമോ എന്ന സമ്മേളനങ്ങൾ അവസാനിക്കുമ്പോൾ അറിയാം. 35,000-ഓളം വരുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് ആദ്യം നടക്കുന്നത്. പിന്നാലെ 2,000-ലധികം ലോക്കൽ സമ്മേളനങ്ങൾ. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടെ ഇത് രണ്ടും പൂർത്തിയാക്കും. നവംബറിൽ ഏരിയ സമ്മേളനങ്ങൾ, ഡിസംബർ ജനുവരി മാസങ്ങളിൽ ജില്ലാ സമ്മേളനങ്ങൾ, കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം. മറ്റ് നീക്കങ്ങളൊന്നും നടന്നില്ലെങ്കിൽ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി തുടർന്നേക്കും. ഏപ്രിലിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ പുതിയ ജനറൽ സെക്രട്ടറി വരാനാണ് സാധ്യത. 24 തിരുവനന്തപുരം.